Dear students, സുഖമെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കണം. ഇപ്പം തരുന്ന വീഡിയോയുടെ ആണെങ്കിലും തരുന്ന നോട്ട്സ് മുഴുവനും കംപ്ലീറ്റ് ആവണം. ഒരു ദിവസം ഞാൻ ഇതെല്ലാം ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ഉപേക്ഷ വിചാരിക്കേണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗമേറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ പ്ലാന്റ്സിൽ ഗമേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിനേഷൻ. The process of transfer of pollen grains or gamete. The process of gamete transfer in plants is by pollination. ഇപ്പോൾ പ്ലാന്റ്സിലെ ഗമേറ്റ്സ് ലിംഗകോശങ്ങൾ അല്ലെങ്കിൽ മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗാമേറ്റിലെ ഫെർട്ടിലൈസേഷന് വേണ്ടി എത്തുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിനേഷൻ. അപ്പം നമുക്ക് നോക്കാം എന്താണ് പോളിനേഷൻ. പോളിനേഷൻ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് pollen grains from anther to stigma of a flower. പോളിനേഷൻ എന്ന് പറയുന്നത് പരാഗണം. മലയാളത്തിൽ പറഞ്ഞാൽ പരാഗണം. പരാഗണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൂമ്പൊടി ഏതെങ്കിലും ഏജൻസിന്റെ സഹായത്തോടുകൂടി ഒരു ഫ്ലവറിൽ നിന്നും അതിന്റെ സ്റ്റിഗ്മയിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ. സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, ലാൻഡിംഗ് പ്ലേസ് ഓഫ് പോളൻ ഗ്രെയിൻസ്. ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ, അതാണ് ഫീമെയിൽ സെക്സ് ഓർഗന്റെ 3 ഭാഗങ്ങൾ. ഓർമ്മയുണ്ടല്ലോ, കാർപ്പൽ അഥവാ പിസ്റ്റൽ എന്ന് പറയും, ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. ഇതിൽ ഓവറിയിലാണ് ഒവ്യൂൾ ഉള്ളത്. ഒവ്യൂളിലാണ് ഫീമെയിൽ ഗമേറ്റ് എഗ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. മെയിൽ ഗമേറ്റ് ഡെവലപ്പ് ചെയ്യുന്ന പാർട്ടാണ് പോളൻ ഗ്രെയിൻസ്. അപ്പൊ ഈ പോളൻ ഗ്രെയിൻസിൽ 2 കോശങ്ങളുണ്ട്, ജനറേറ്റീവ് സെല്ലും അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് സെല്ലും. അതിൽ ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമേറ്റ് ഫോം ചെയ്യും. അപ്പൊ ചില പ്ലാന്റ്സിൽ 2 മെയിൽ ഗാമേറ്റ് ആയതിനു ശേഷമാണ്, മിക്കവാറും 60% പ്ലാന്റ്സിലും 2 മെയിൽ ഗാമേറ്റ് ആയതിനു ശേഷമാണ് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാക്കിയുള്ള പ്ലാന്റ്സിൽ ഒരു 40% പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് വീണ് കഴിഞ്ഞ് പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്താണ് മെയിൽ ഗാമേറ്റ് ഡെവലപ്പ് ചെയ്യുക. അപ്പം മെയിൽ ഗെമറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ. പോളിനേഷൻ 3 തരമുണ്ട്. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ സെൽഫ് പോളിനേഷൻ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വപരാഗണം. ഓട്ടോഗമി, സെൽഫ് പോളിനേഷൻ. പിന്നെ ജിറ്റോണോഗമി, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു ടൈപ്പ് ഓഫ് സെൽഫ് പോളിനേഷൻ ആണ്. അത് ഒരു തരം ഓട്ടോഗമി തന്നെയാണ്, സെൽഫ് പോളിനേഷൻ എന്ന് നമുക്ക് വിളിക്കാം. എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സീനോഗമി, അത് ക്രോസ് പോളിനേഷൻ. പരപരാഗണം, സീനോഗമി, ക്രോസ് പോളിനേഷൻ. അപ്പൊ 3 നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. സോ ഫസ്റ്റ് ഓട്ടോഗമി. ഓട്ടോഗമി എന്ന് പറയുന്നത് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷന്റെ വേറൊരു ടേം ആണ് ഓട്ടോഗമി. ഓട്ടോഗമി എന്ന് പറയുന്നത് നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയാൽ തന്നെ കാണാം. പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് റിലീസ് ചെയ്ത് അത് സെയിം ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നു. ഈ പ്രോസസ്സിനെയാണ് ഓട്ടോഗമി. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. ഇതാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്, ചിത്രം വരച്ചു എടുക്കുക കേട്ടോ. അതുപോലെ ജിറ്റോണോഗമി, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ. നോക്കിക്കേ, പിക്ചറിൽ നോക്കിയാൽ തന്നെ കാണാം, ഒരു ചെടിയിലെ തന്നെ വെവ്വേറെ പൂക്കൾ, വേറെ വേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂക്കളിൽ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുന്ന ഒരു ഫ്ലവറിലെ പോളൻ ഗ്രെയിൻസ് അതേ പ്ലാന്റിലെ തന്നെ മറ്റൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുന്നതാണ് ജിറ്റോണഗമി. ജിറ്റോണഗമിയുടെ അർത്ഥം എന്താണെന്നറിയോ? മാരേജ് ബിറ്റ്വീൻ നെയ്ബേഴ്സ്. നെയ്ബേഴ്സ് തമ്മിലുള്ള മാരേജ് എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. അതിലൊരു തമാശയുണ്ട് അല്ലേ? Transfer of pollen grains from anther to stigma of another flower of the same plant is known as ജിറ്റോണഗമി. ഈ പ്രാവശ്യത്തെ മാർച്ചിലെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, ജിറ്റോണഗമി. അപ്പൊ ഡയഗ്രാം വരച്ചെടുക്കണം. ഇനി നമുക്ക് നോക്കാം സീനോഗമി, ക്രോസ് പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം anther to stigma of a flower of another plant. നോക്കിക്കേ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാന്റുകൾ തമ്മിൽ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ സെയിം ജീനസ് അല്ല സോറി സെയിം സ്പീഷീസ് തമ്മിൽ മാത്രമേ പോളിനേഷൻ നടക്കുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ അത് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ് ഓഫ് ദ സെയിം സ്പീഷീസ് എന്നുകൂടി നിങ്ങളൊന്ന് ചേർക്കണം കേട്ടോ, ഞാനിവിടെ വിട്ടുപോയതാണ്. Transfer of pollen grains from anther to stigma of a flower of another plant of the same species.
is known as cross pollination. ഇപ്പോൾ ഫിഗറിൽ നോക്കിയാൽ അറിയാം, രണ്ട് വ്യത്യസ്ത പ്ലാന്റ്സിലെ ഫ്ലവറുകൾ തമ്മിൽ സെയിം സ്പീഷീസിലെ വ്യത്യസ്ത പ്ലാന്റ്സ് തമ്മിൽ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിനോഗമി അഥവാ ക്രോസ് പോളിനേഷൻ. ബോൾസം എന്ന് പറയുന്ന പ്ലാന്റ് വീട്ടിലുള്ളവർക്കറിയാം. നമ്മളൊരു വെള്ളപ്പൂ ഉള്ളൊരു പ്ലാന്റിന്റെ വിത്ത് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറിലുള്ള ചെടികൾ കിട്ടും. ഇതിന് കാരണം അവിടെ ക്രോസ് പോളിനേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമുക്ക് കാണാം, സീഡ്സ് നട്ട് നമ്മൾ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും പാരന്റലൈക്കേ അല്ല. അതേസമയം സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഏതെങ്കിലും പാർട്ട് കൊണ്ട് നടുവാണെങ്കിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പാരന്റിന്റെ സെയിം ആയിരിക്കും. പക്ഷെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സീഡ്സ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഓസ്പ്രിങ്സ് പാരന്റലൈക്ക് ആയിരിക്കില്ല, വ്യത്യസ്തമായിരിക്കും. ഇനി ഈ പൂമ്പടി ആന്തറിലാണ് ഉണ്ടാവുന്നത്. പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുക വിതിൻ ആന്തർ. ഈ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ സഹായം വേണം. ഈ സഹായിക്കുന്നവരെയാണ് നമ്മൾ ഏജന്റ്സ് ഓഫ് പോളിനേഷൻ എന്ന് പറയുക. അപ്പൊ ഏജന്റ്സ് ഓഫ് പോളിനേഷൻ എബയോട്ടിക് ഫാക്ടേഴ്സ് ആവാം, അത് ജീവനുള്ള വസ്തുക്കള്, അതുപോലെ ജീവനില്ലാത്ത വസ്തുക്കള്. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളവ, എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവ. അപ്പൊ ജീവനില്ലാത്ത വസ്തുക്കൾ വഴി പോളിനേഷൻ നടക്കാം. അതുപോലെ തന്നെ ബയോട്ടിക് ആയിട്ടുള്ള ജീവനുള്ള വസ്തുക്കൾ വഴിയും പോളിനേഷൻ നടക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഏജന്റ്സ്. ഏജന്റ്സ് ആണ് വിൻഡ്, വാട്ടർ. എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് വായുവിലൂടെയും അതുപോലെ വെള്ളത്തിലൂടെയും ജലത്തിലൂടെയും പരാഗണം നടക്കാം. ഇനി ബയോട്ടിക് ഫാക്ടേഴ്സ് ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അത് ഇൻസെക്ട്സ്. മുക്കാലും പോളിനേഷൻ നടക്കുന്നത് ഇൻസെക്ട്സ് ആണ് കേട്ടോ. ബയോട്ടിക് ഫാക്ടേഴ്സിലെ ഇൻസെക്ട്സ് വഴിയായിട്ടാണ് പോളിനേഷൻ മുക്കാലും പ്ലാന്റ്സ് നടക്കുക. അതിൽ തന്നെ ഹണിബി, ബട്ടർഫ്ലൈസ് മെയിൻ ആയിട്ടുള്ള പോളിനേറ്റിംഗ് ഏജന്റ്സ് ആണ്. ദെൻ ബേർഡ്സ്, ആനിമൽസ്, ബാറ്റ് എക്സെട്ര. അപ്പൊ ഈ ഓരോ ഏജന്റ് അനുസരിച്ച് പോളിനേഷന് വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ്. അപ്പൊ ഇവിടെ ഞാൻ ആകെ 3 ടൈപ്പ് ഓഫ് പോളിനേഷൻ നമുക്ക് പഠിക്കേണ്ടി ഉള്ളതുകൊണ്ട് 3 ടൈപ്പ് പോളിനേഷന്റെ പേരുകൾ മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. ആനിമോഫിലി വിൻഡ് പോളിനേഷൻ, ഹൈഡ്രോഫിലി വാട്ടർ പോളിനേഷൻ, എൻഡമോഫിലി ഇൻസെക്ട് പോളിനേഷൻ. ബേർഡ്സിന്റെ ആണെങ്കിൽ എന്താ പറയുന്നറിയോ? ഓർണിത്തോഫിലി, ORNITHO PHILY, ഓർണിത്തോഫിലി. ബാറ്റിനെ ആണെങ്കിൽ കൈറോപ്റ്റെറിഫിലി, CHIRO PTERIOPHILY, കൈറോപ്റ്റെറിഫിലി. വേണമെങ്കിൽ എഴുതിയെടുത്താൽ മതി കേട്ടോ. പക്ഷെ ഈ 3 പേരുകൾ നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കണം. അനിമോഫിലി, ഹൈഡ്രോഫിലി, അതുപോലെ തന്നെ എൻറ്റമോഫിലി. ഇനി നമുക്ക് ഈ ഓരോ ഏജന്റ്സ് വഴിയായിട്ട് നടക്കുന്ന പോളിനേഷൻ നടക്കുന്ന പൂക്കളുടെ പ്രത്യേകതകൾ പഠിക്കണം. ക്യാരക്ടേഴ്സ് ഓഫ് വിൻഡ്, വാട്ടർ, അതുപോലെ തന്നെ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. അപ്പൊ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ അറിയത്തില്ലാത്ത കുറെ ചെടികൾ, പൂക്കളൊന്നും നമുക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്ത കുറെ ചെടികളിലാണ് വിൻഡ് പോളിനേഷൻ നടക്കുന്നത്. ഇനി കാരണം എന്താന്ന് പറയുന്നത്, നമുക്കിഷ്ടം നല്ല കളർഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ് കളേർഡ് അല്ലെങ്കിൽ നല്ല സ്മെല്ലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള പൂക്കളെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. അങ്ങനെയുള്ളവയിലൊക്കെ ബയോട്ടിക് ഫാക്ടേഴ്സ് വഴിയായിട്ടാണ് പോളിനേഷൻ നടക്കുക. ഇപ്പൊ വിൻഡ് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിൽ ഇതുപോലെ ആരെയില്ല അട്രാക്ട് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പൂക്കളൊന്നും നമുക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇതുവരെ. ഗ്രാസില്, അതുപോലെ ഷുഗർ കെയിനില്, മെയ്സില്, വീറ്റില്, ഗോതമ്പിൽ, അതേപോലെ റൈസ്, പാഡി, ഇതിന്റെ ഏതിനേലും പൂക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആരും ഇത് ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാറില്ല അല്ലേ? കാരണം ഇവയൊന്നും അത്ര അട്രാക്റ്റീവ് അല്ല. അപ്പൊ അത് തന്നെയാണ് ഇവയുടെ ക്യാരക്ടേഴ്സ് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കൃത്യമായിട്ടും പഠിക്കണം. ക്യാരക്ടേഴ്സ് ഇതാണ്. യൂണിസെക്ഷൽ, കാരണം അവിടെ ബൈസെക്ഷൽ ആണെങ്കിൽ ഉറപ്പായിട്ടും സെൽഫ് പോളിനേഷൻ നടക്കാം. യൂണിസെക്ഷൽ പ്ലാന്റ്സില് ഫ്ലവേഴ്സില് ഒരിക്കലും സെൽഫ് പോളിനേഷൻ നടക്കുകയില്ല. അവിടെ എങ്ങനെ പോയാലും അവിടെ നടക്കുക ക്രോസ് പോളിനേഷൻ മാത്രമായിരിക്കും കേട്ടോ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ. അപ്പൊ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്
മിക്കവാറും യൂണിസെക്ഷൽ ആണ്. ദേ ആർ നൈദർ കളേർഡ് നോർ ഷോയി, കളറും ഇല്ല, കാണാൻ ഒട്ടും അട്രാക്റ്റീവ് അല്ല, അതുപോലെ സ്മെല്ലില്ല. പിന്നെ ഇവർക്ക് മറ്റ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാൻ നെക്ടറോ ഹണിയോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി പൂമ്പൊടിയൊക്കെ കൃത്യമായിട്ടും പുറത്തേക്ക് പാറിപ്പോകണം. അതിനായിട്ട് ആൻഡ് സ്റ്റിഗ്മ വെൽ എക്സ്പോസ്ഡ് ആൻഡ് പ്രൊജക്റ്റഡ് ഔട്ട്സൈഡ് ദ ഫ്ലവേഴ്സ്. സ്റ്റിഗ്മ എന്തുകൊണ്ടാണ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ പാറി വരുന്ന കാറ്റത്ത് പറന്നു വരുന്ന പൂമ്പൊടിയെ പിടിച്ചു വെക്കണ്ടേ. ഇപ്പൊ പോളൻ ഗ്രെയിൻസ് ലാർജ് നമ്പേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. കാറ്റത്ത് പറന്നു പോകുന്ന വഴിക്ക് ഒരു ചെടി ഉണ്ടെങ്കിൽ അവിടെ പോളിനേഷൻ നടക്കും. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസിൽ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോളിനേഷൻ നടക്കാനുള്ള സാധ്യത വർദ്ധിക്കും. ഇപ്പോൾ പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ്, സ്മൂത്ത് ആൻഡ് ഡ്രൈ. ഇപ്പോൾ പോളൻ ഗ്രെയിൻ്റെ സ്പെല്ലിംഗ് ഇവിടെ ഓ ആക്കണം കേട്ടോ. പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ്, സ്മൂത്ത് ആൻഡ് ഡ്രൈ. സ്റ്റിഗ്മ ഈസ് ഫെദറി. ഫെദറി ആവുമ്പോൾ പോളൻ ഗ്രെയിൻസ് പോകുന്ന കാറ്റത്ത് പറയുന്ന സമയത്ത് പിടിച്ചു വയ്ക്കാൻ സാധിക്കും. പിന്നെ കുറേ പൂക്കൾ ഒന്നിച്ചൊരു ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് നമ്മൾ നെൽക്കതിരിലൊക്കെ കാണുന്നില്ലേ. ഒന്നുകൂടി പറയാം. ക്യാരക്ടേഴ്സ്: ദേ ആർ യൂണിസെക്ഷൽ, ദേ ആർ നൈദർ കളേർഡ് നോർ ഷോയി, സ്മെല്ലില്ല, നെക്ടർ ഇല്ല, ഹണി ഇല്ല, സ്റ്റിഗ്മ സ്റ്റേമെൻസ് വെൽ പ്രൊജക്റ്റഡ് ആണ്, പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, ദേ ആർ ലൈറ്റ്, സ്മൂത്ത് ആൻഡ് ഡ്രൈ, സ്റ്റിഗ്മ ഈസ് ഫെദറി. If flowers are small, they are packed as inflorescence. അപ്പോൾ ഇത് ക്യാരക്ടേഴ്സ് നിർബന്ധമായിട്ടും എഴുതിയെടുക്കണം, പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 5 ക്യാരക്ടേഴ്സ് എങ്കിലും നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഞാൻ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്, അതിൽ 5 എണ്ണെങ്കിലും പഠിക്കുക. ഈ സെയിം ക്യാരക്ടേഴ്സ് ആണ് എവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? വാട്ടർ പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ. വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് എന്താ പറയുക? ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ്. വാട്ടർ ഇൻസെക്ട് പോളിനേറ്റഡ് ആണെങ്കിൽ എൻഡമോഫിലസ് ഫ്ലവേഴ്സ്. വിൻഡ് പോളിനേറ്റഡ് ആണെങ്കിൽ ആനിമോഫിലസ് ഫ്ലവേഴ്സ്. ഇപ്പൊ ക്യാരക്ടേഴ്സ് ഓഫ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരെയും അട്രാക്ട് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ പൂക്കളൊന്നും കാണാനൊന്നും ഇല്ല. ദേ ആർ സ്മോൾ ആൻഡ് ഇൻകോൺസ്പീക്കസ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ പോലും പെടുകയില്ലാത്ത തരത്തിലുള്ള ചെറിയ പൂക്കൾ. ദേ ആർ നൈദർ കളേർഡ് ഓർ ഷോയി. ഹണി ഇല്ല, നെക്ടർ ഇല്ല, സ്മെല്ലില്ല. പിന്നെ ഉള്ളത് വെള്ളത്തിലായതുകൊണ്ടുള്ള ചില പ്രത്യേകതകൾ: സെപ്പൽസ്, പെറ്റൽസ്, പെരിയാന്ത്. അവര് ഒരു അൺവെറ്റബിൾ ആയിട്ടുള്ള വാക്സി കോട്ടിങ്. വാക്സി എന്ന് പറഞ്ഞാൽ മെഴുകുകൊണ്ടുള്ള ഒരു ആവരണം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. അപ്പൊ തന്നെ അതിൽ വെള്ളം കയറി ഇതൊന്നും ചീഞ്ഞു പോയില്ല. പോളൻ ഗ്രെയിൻസ് ലൈറ്റ് ആണ് ആൻഡ് അൺവെറ്റബിൾ ബൈ എ മ്യൂസിലേജിനസ് കവറിങ്. മ്യൂസിലേജിനസ് കവറിങ് എന്ന് പറഞ്ഞാൽ വഴുവഴുപ്പുള്ളൊരു കവറിങ്. സ്റ്റിഗ്മ സ്റ്റിക്കി ആണ്, പക്ഷെ അൺവെറ്റബിൾ ആണ്. അപ്പൊ ഈ 3 പ്രത്യേകതകൾ മാത്രമേ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് എക്സ്ട്രാ ഉള്ളൂ കേട്ടോ, നമ്മൾ നേരത്തെ കണ്ട ഫ്ലവേഴ്സിൽ നിന്നും. സെപ്പൽസ്, പെറ്റൽസ്, പെരിയാന്ത് unwettable due to waxy coating. Pollen grains are light, unwettable by a mucilaginous covering. Stigma is sticky but unwettable. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. വാട്ടർ പോളിനേറ്റഡും അതുപോലെ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിലെ കുറേ ക്യാരക്ടേഴ്സ് കോമൺ ആണ്. ഇനി അവർക്ക് തമ്മിൽ കോമൺ അല്ലാത്ത സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ എക്സ്ട്രാ നന്നായിട്ട് പഠിക്കുക. ഇനി ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. ഇൻസെക്ട് പോളിനേറ്റഡ് എന്ന് പറയുമ്പോൾ ബയോട്ടിക് ഫാക്ടേഴ്സ്, അത് നമ്മളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറെ ഫ്ലവേഴ്സിന്റെ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ ഫ്ലവേഴ്സിന്റെ ക്യാരക്ടേഴ്സ് ഓർത്തിരുന്നാൽ മതി. എൽഡമോഫിലസ് ലാർജ് ആണ് എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ നല്ല ഷോയിയാണ്, നല്ല ബ്രൈറ്റ് കളേർഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ദേ ആർ ലാർജ്, കളേർഡ് ആൻഡ് ഷോയി. ദേ പ്രൊഡ്യൂസ് ഹണി, നെക്ടർ. കാരണം ഇൻസെക്ട്സിനെ ആകർഷിക്കാൻ ഹണി അല്ലെങ്കിൽ നെക്ടർ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസെക്ട്സിനെ അതുപോലെ ആകർഷിക്കാൻ പറ്റുന്ന വേറൊരു ക്യാരക്ടറാണ് നല്ല സെന്റ് ഉണ്ടാവുക. നിങ്ങൾ കണ്ടിട്ടുണ്ട് രാത്രിയിൽ പൂക്കുന്ന പൂക്കളൊക്കെ ഒന്നെങ്കിൽ വെള്ള നിറമായിരിക്കും, അല്ലെങ്കിൽ നല്ല സ്മെൽ ഉണ്ടാവും. സോ ടു അട്രാക്ട് ദി ഏജൻസ് ഓഫ് പോളിനേഷൻ. രാത്രിയിൽ മോത്തുകൾ, അവരെയല്ലേ ബട്ടർഫ്ലൈ പോലെ നമുക്ക് കാണുന്ന ഒരു ചെറിയ ഇൻസെക്ട്സ്, മോത്ത് എന്ന് പറയും. അവരാണ് രാത്രി, അതുപോലെ തന്നെ ബാറ്റ്, രാത്രിയിൽ പൂക്കുന്ന പൂക്കളെ പോളിനേറ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള പൂക്കൾ ലൈറ്റ് കളേർഡ് അല്ലെങ്കിൽ വൈറ്റ് ആണ്, അതുപോലെ നല്ല സെന്റ് ഉണ്ടാവും, നല്ല സ്മെൽ ഉണ്ടാവും. അപ്പൊ എൻഡമോഫിലസ് ലാർജ്, കളേർഡ് ആൻഡ് ഷോയി. ദേ പ്രൊഡ്യൂസ് ഹണി ആൻഡ് നെക്ടർ.
They may be sweet scented. പിന്നെ pollen grains-ന്റെ പ്രത്യേകത sticky, spinous ആണ്. Stigma sticky ആണ്. എന്നാലല്ലേ ഒരു ഇൻസെക്റ്റിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂമ്പൊടി അടുത്ത പൂവിലേക്ക് എത്തി ചേരുമ്പോൾ അവിടെ അത് പറ്റിപ്പിടിച്ചിരിക്കുള്ളൂ. പിന്നെ ചെറിയ പൂക്കളാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടപോലെ വലിയ ഇൻഫ്ലോറസൻസ് ആയിട്ട് പൂക്കൊലകളായിട്ടാണ് കാണുക. അപ്പൊ ഒന്നെങ്കിൽ വലിയ പൂക്കളായിരിക്കും, ഇനി ചെറിയ പൂക്കളാണെങ്കിൽ അവ ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇതൊന്നും പഠിക്കാൻ പറ്റണില്ല എങ്കിലും മലയാളത്തിൽ പഠിച്ചിട്ടാണെങ്കിലും എഴുതണം കേട്ടോ. ക്യാരക്ടേഴ്സ് ഓഫ് വിൻഡ്, വാട്ടർ, അതുപോലെ തന്നെ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് പഠിക്കേണ്ട പരീക്ഷയ്ക്ക് വരുന്ന ടോപ്പിക്കാണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള വേറൊരു ടോപ്പിക്കാണ് ക്യാരക്ടേഴ്സ് ടു പ്രൊമോട്ട് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ചെടികളിൽ കാണുന്ന, പൂക്കളിൽ കാണുന്ന, ഫ്ലവേഴ്സിൽ കാണുന്ന ചില പ്രത്യേകതകൾ. സോ ക്യാരക്ടേഴ്സ് ടു പ്രൊമോട്ട് സെൽഫ് പോളിനേഷൻ. അത് രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് ബൈസെക്ഷൽ ഫ്ലവേഴ്സും മറ്റൊന്ന് ക്ലീസ്റ്റ് ഗ്യാമസ് ഫ്ലവേഴ്സും. അപ്പൊ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതില് മെയിൽ സെക്സ് ഓർഗനും ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗനും ഒന്നിച്ചൊരു പൂവിൽ കാണുകയാണെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. അപ്പൊ സ്റ്റേമനും സ്റ്റിഗ്മയൊക്കെ സെയിം ഫ്ലവറിലുള്ളത് കൊണ്ട് തന്നെ അവിടെ പോളിനേഷൻ നടന്നുകൊള്ളും. സോ ദിസ് ഇസ് എ ക്യാരക്ടർ ടു പ്രൊമോട്ട് സെൽഫ് പോളിനേഷൻ. പിന്നൊന്ന് ക്ലീസ്റ്റ് ഗ്യാമസ് ഫ്ലവേഴ്സ്. അപ്പൊ ക്ലീസ്റ്റ് ഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഫ്ലവേഴ്സ് ദാറ്റ് നെവർ ഓപ്പൺ, ഒരിക്കലും തുറക്കില്ല. പൂ തുറന്നു വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ സ്റ്റേമൻ സ്റ്റിഗ്മ പുറത്തേക്ക് തള്ളി നിൽക്കുള്ളൂ. അവയെ പുറത്തേക്ക് എക്സ്പോസ് ചെയ്താലേ പുറത്തു നിന്നുള്ള ഏതെങ്കിലും പൂമ്പൊടിയൊക്കെ വന്ന് വീഴുള്ളൂ. അപ്പൊ പൂക്കള് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ക്രോസ് പോളിനേഷൻ. ഇപ്പൊ ഒരിക്കലും തുറക്കാത്ത പൂക്കൾ എന്ന് പറഞ്ഞാല് അവിടെ ഒരു കാരണവശാലും അവിടെ ക്രോസ് പോളിനേഷൻ നടക്കുകയില്ല. അവിടെ നടക്കുക only സെൽഫ് പോളിനേഷൻ. എക്സാമ്പിൾസ് ആണ് ഗ്രൗണ്ട് നട്ട്. ഗ്രൗണ്ട് നട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ നിലക്കടല, കോമലീന. കോമലീനയിൽ ശരിക്കും രണ്ടു തരം ഫ്ലവേഴ്സും ഉണ്ടാവുന്നുണ്ട്, ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സും ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സും. ഓപ്പൺ ചെയ്യുന്ന ഫ്ലവേഴ്സിന് ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുക, തുറക്കില്ലാത്ത പൂക്കൾക്ക് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. അപ്പൊ ക്യാരക്ടേഴ്സ് ടു പ്രൊമോട്ട് സെൽഫ് പോളിനേഷൻ. അപ്പൊ സെൽഫ് പോളിനേഷൻ നടക്കാൻ വേണ്ടി ചെടികളിൽ കാണുന്ന പ്രത്യേകതകൾ ഒന്ന് ബൈസെക്ഷൽ ഫ്ലവേഴ്സും മറ്റൊന്ന് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സും. ഈ രണ്ട് പ്രത്യേകതകൾ ഓർത്തിരുന്ന് പഠിക്കുക. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്താണെന്ന് പ്രത്യേകിച്ച് എഴുതണം. They are flowers that never open. In such flowers, stigma and stamen lie close to each other, and stamen and stigma is not exposed. Stamen, stigma ഒരിക്കലും എക്സ്പോസ് ചെയ്യുന്നില്ല. പ്രകൃതിയിൽ പക്ഷേ സെൽഫ് പോളിനേഷനേക്കാളും എപ്പോഴും പ്രിഫർ ചെയ്യുക ക്രോസ് പോളിനേഷനാണ് പ്രകൃതി. എന്തുകൊണ്ടായിരിക്കാം? പ്രകൃതി എപ്പോഴും സെൽഫ് പോളിനേഷൻ, നേച്ചർ പ്രിഫേഴ്സ് ക്രോസ് പോളിനേഷൻ ടു സെൽഫ് പോളിനേഷൻ. പ്രകൃതി പ്രിഫർ ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത് ക്രോസ് പോളിനേഷൻ ആണ്. സെൽഫ് പോളിനേഷൻ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? സെൽഫ് പോളിനേഷൻ ആണെങ്കിൽ സെയിം പ്ലാന്റ് ആണ്, അപ്പൊ അവിടെ സെയിം ജീനുകളാണ് വരിക. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയിൽ വലിയ പ്രകടമായ മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അതേസമയം ക്രോസ് പോളിനേഷൻ ആണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സ് തമ്മിലുള്ള പോളിനേഷൻ ആയതുകൊണ്ട് തന്നെ ഉണ്ടാവും നെക്സ്റ്റ് തലമുറ, അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങളില്, ഓസ്പ്രിങ്സില്, പ്ലാന്റ്സില് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ ഉണ്ടാവും. അപ്പൊ അതില് പേരൻസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് ഉണ്ടാവുമ്പോൾ പ്രകൃതി എന്തായാലും, നേച്ചർ എന്തായാലും അതായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പൊ ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിലും അതുപോലെ തന്നെ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിലും ഒക്കെ ഇപ്പോഴും നടക്കുക വേറൊരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ക്രോസ് പോളിനേഷൻ നടക്കാൻ വേണ്ടി ചെടികളിൽ കാണുന്ന പ്രത്യേകതകൾ, അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടി ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ സെൽഫ് പോളിനേഷൻ തടയാനായിട്ടുള്ള ചില ക്യാരക്ടേഴ്സ്, പ്ലാന്റ്സിലെ ചില ക്യാരക്ടേഴ്സ്, അതിനെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ടു പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ and to prevent self-pollination. Self-pollination തടയാനും ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ്, അതാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. അപ്പൊ നിങ്ങൾ ഇത് എഴുതുമ്പോൾ തന്നെ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന ഹെഡിങ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ എഴുതിയെടുക്കുക
characters to promote cross-pollination and to prevent self-pollination. ഇത് ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. യൂണിസെക്ഷുവാലിറ്റി, മെയിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് കാണുന്ന ചെടികളിൽ ഒരിക്കലും എങ്ങനെ പോയാലും സെൽഫ് പോളിനേഷൻ നടക്കില്ല. പിന്നെ ഡൈക്കോഗമി, ഡൈക്കോഗമി എന്ന് പറഞ്ഞാൽ ആന്തസ്റ്റിഗ്മ മെച്ചുർ അറ്റ് ഡിഫറെന്റ് ടൈം. ആന്തം മെച്ചുർ ചെയ്ത് എന്താ പറയുക, പോളൻ ഗ്രെയിൻസിനൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിഗ്മ മെച്ചുർ ചെയ്യുന്നു. അപ്പോൾ ഒരു കാരണവശാലും അവിടെ സെൽഫ് പോളിനേഷൻ നടക്കുകയില്ല. നേരെ തിരിച്ചും സംഭവിക്കാം. സ്റ്റിഗ്മ ആദ്യം മെച്ചുർ ചെയ്യുന്നു, അതിനുശേഷം മാത്രം ആന്തസ് മെച്ചുർ ചെയ്യുന്നു. പിന്നെ പ്രീപൊട്ടൻസി, പ്രീപൊട്ടൻസി എന്ന് പറയുന്നത് pollen grain of another flower germinate on the stigma more faster than the pollen grain of the same flower. സെയിം ഫ്ലവറിലെ pollen grain സ്റ്റിഗ്മയിൽ വീണ് കഴിഞ്ഞാൽ അത് ജെർമിനേറ്റ് ചെയ്യാൻ, അതായത് വ്യത്യസ്തമായിട്ടുള്ള ചെടികളിലെ പൂമ്പൊടിയും അതുപോലെ സെയിം ഫ്ലവറിലെ പൂമ്പൊടിയും ഉണ്ടെങ്കിൽ മറ്റ് ചെടികളിലെ പൂമ്പൊടികൾ ആദ്യം ഫാസ്റ്റായിട്ട് ജെർമിനേറ്റ് ചെയ്യും. സ്ലോ ആയിരിക്കും സെയിം ഫ്ലവറിലെ പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യുന്നത്. ഇനി ഹെട്രോസ്റ്റൈലി എന്ന് പറയുന്നത് സ്റ്റേമന്റെ അതുപോലെ സ്റ്റൈലിന്റെ ലെങ്ത്തിലുള്ള ഡിഫറൻസ്. സ്റ്റേമന്റെ ഫിലമെന്റിന് നല്ല നീളം ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള പൂക്കളിൽ സ്റ്റൈലിന്റെ നീളം കുറവായിരിക്കും. ഇനി ചിലതിൽ നേരെ തിരിച്ചു വരും, ഫിലമെന്റിന്റെ നീളം കുറവും സ്റ്റൈലിന്റെ നീളം കൂടുതലും. അപ്പൊ അങ്ങനെയുള്ള കേസസിലും ക്രോസ് പോളിനേഷൻ ആയിരിക്കും നടക്കുക. പിന്നെ ഹെർക്കോഗമി, ഹെർക്കോഗമി എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസിൽ അതുപോലെ ആന്തറ സ്റ്റിഗ്മ ഡിഫറെന്റ് പൊസിഷൻസ്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പൊസിഷൻസ് ഓക്യുപ്പൈ ചെയ്യുന്നു. അപ്പം പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്താൽ അത് ഒരിക്കലും സ്റ്റിഗ്മയിലേക്ക് എത്തുന്നില്ല. ഈ പ്രോസസ്സിന് ഹെർക്കോഗമി. ദെൻ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി, സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മെക്കാനിസം ആണ്. pollen grain of the same flower fail to germinate on the stigma of the same flower. അതായത് ഒരു പൂവിലെ പോളൻ ഗ്രെയിൻ സെയിം പൂവിലെ സ്റ്റിഗ്മയിൽ വീണ് കഴിഞ്ഞാൽ അതിനൊരിക്കലും ജെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് കാരണം ഒരു ജീനാണ്. ഈ ജീൻ പോളൻ ഗ്രെയിനിന്റെ ജെർമിനേഷനെ തടയുകയാണ് ചെയ്യുക. അപ്പൊ ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം. Pollen grain of a flower fail to germinate on the stigma of the same flower. ഈ പ്രോസസ്സിന് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. അപ്പോൾ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്, സോ ക്യാരക്ടേഴ്സ് ടു പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ ആൻഡ് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ എന്തൊക്കെ? യൂണിസെക്ഷുവാലിറ്റി, ഡൈക്കോഗമി, പ്രീപൊട്ടൻസി, ഹെട്രോസ്റ്റൈലി, ഹെർക്കോഗമി, സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടേഴ്സ് ടു പ്രൊമോട്ട് സെൽഫ് പോളിനേഷൻ, ബൈസെക്ഷൽ ഫ്ലവേഴ്സ്, ക്ലിസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്, ഇൻസെക്ട് പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ക്യാരക്ടേഴ്സ് നല്ല ബ്രൈറ്റ് ആണ്, കളേർഡ് ആണ്, ഷോയി ആണ്, ഹണി ഉണ്ട്, നെക്ടർ ഉണ്ട്, സ്മെല്ലുണ്ട്, പോളൻ ഗ്രെയിൻ സ്റ്റിക്കി ആണ്, സ്റ്റിഗ്മ സ്റ്റിക്കി ആണ്, പോളൻ ഗ്രെയിൻ സ്പൈനസ് ആണ്. വാട്ടർ പോളിനേറ്റഡ് ആണെങ്കിൽ പൂക്കളൊന്നും കാണാൻ തന്നെ ഇല്ല, കളറില്ല, ഹണി ഇല്ല, നെക്ടർ ഇല്ല, സ്മെല്ലില്ല, പെരിയാന്ത്, പെറ്റൽ, സ്റ്റിഗ്മ, പോളൻ ഗ്രെയിൻസ് ഒക്കെ അൺവെറ്റബിൾ ആണ്. സ്റ്റിഗ്മ സ്റ്റിക്കി ആണ് ബട്ട് അൺവെറ്റബിൾ. വിൻഡ് പോളിനേറ്റഡ് ആണെങ്കിൽ യൂണിസെക്ഷൽ ആയിരിക്കും, കളറില്ല, സ്മെല്ലില്ല, നെക്ടർ ഇല്ല. ആന്തർ സ്റ്റിഗ്മ വെൽ എക്സ്പോസ്ഡ് ആണ്, പോളൻ ഗ്രെയിൻസ് ലാർജ് ക്വാണ്ടിറ്റീസിൽ ഉണ്ടാവുന്നു, ലൈറ്റ് ആണ്, സ്മൂത്ത് ആണ്, ഡ്രൈ ആണ്, സ്റ്റിഗ്മ ഫെദറി ആണ്. പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത് വിൻഡ് ആവാം, വാട്ടർ ആവാം, അതുപോലെ തന്നെ ബയോട്ടിക് ഫാക്ടേഴ്സ്. ആനിമോഫിലി, വിൻഡ് പോളിനേറ്റഡ്. ആ ഫ്ലവേഴ്സിന് ആനിമോഫിലസ് ഫ്ലവേഴ്സ് എന്ന് പറയും. ഹൈഡ്രോഫിലി, വാട്ടർ പോളിനേഷൻ, ഫ്ലവേഴ്സ് ആർ കോൾഡ് ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ്. എൻഡമോഫിലി, ഇൻസെക്ട് പോളിനേഷൻ, ഫ്ലവേഴ്സ് ആർ നോൺ ആസ് എൻഡമോഫിലസ് ഫ്ലവേഴ്സ്. അപ്പം പോളിനേഷൻ 3 തരം ഉണ്ട്. Xenogamy, cross-pollination, transfer of pollen grains from anther to stigma of another, of a flower of another plant. Geitonogamy, pollination, transfer of pollen grains from anther to stigma of another flower of the same plant. Cross-pollination, okay, transfer of pollen grains from anther to stigma of a flower of another plant ആണ് ഇവിടെ another flower of the same plant. ഓട്ടോഗമി, ഒരു പൂവിലെ തന്നെ പോളൻ ഗ്രെയിൻസ് അതാ സെയിം ഫ്ലവറിലെ പോളൻ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുന്നതാണ്
self-pollination. So transfer of pollen grains from anther to stigma of a flower is known as pollination. So with this ഞാൻ ഈ ടോപ്പിക് ഇവിടെ തീർക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? എല്ലാവരും വീട്ടിലൊന്നും പോകാതെ നല്ല മിടുക്കന്മാരായിട്ട് പഠിച്ചും പാരൻസിനൊക്കെ അനുസരിച്ച് ഇരിക്കുക. So thank you.